ഞങ്ങളുടെ അവസാനമായിട്ടുള്ള രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിനെ പ്രതികരിച്ചാണ് ഇവിടെ ആയിരിക്കുക. ഞങ്ങളുടെ കോളേജിൽ ഈ വരുന്ന ജൂലൈ 23 മുതൽ 25 വരെ നടക്കുന്ന രാജഗിരി നോളജ് സമ്മിറ്റിൻ്റെ വിശദീകരണം നൽകാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുക. ആദ്യം തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഫാദർ അജീഷ് പുതുശ്ശേരി CMI സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങളുടെ ബഹുമാനിയായ പ്രിൻസിപ്പളാണ് ഡോക്ടർ ലാലി മാത്യു. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ഈ ഇവൻറ്റിൻ്റെ കോർഡിനേറ്ററുമായ ഡോക്ടർ ഇന്ദു, കോർഡിനേറ്ററിൽ ഒരാളായ ഡോക്ടർ നീനു കുര്യാക്കോസ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ മിസ്സസ് അമല മണവാളൻ. ജൂലൈ 23 മുതൽ 25 വരെ 3 ദിവസങ്ങളിലായിട്ട് രാജഗിരിയിൽ വെച്ച് രാജഗിരി നോളജ് സമ്മിറ്റ് ജൂലൈ 23 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. അതിൽ വിശിഷ്ടാതിഥിയായിട്ട് ശ്രീ റൂജി M. ജോൺ സംബന്ധിക്കുന്നതായിരിക്കും. സമ്മിറ്റിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൺവീനേഴ്സും പ്രിൻസിപ്പളും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, രാജഗിരി സ്ഥാപനങ്ങൾ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് CMI സഭയാണ്. CMI സഭയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കേരള സമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് നയിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാൽ സ്ഥാപിതമായിട്ടുള്ള സഭയാണ് CMI സഭ. ചാവറച്ചൻ്റെ വിദ്യാഭ്യാസ ദർശനമാണ് രാജഗിരി സ്ഥാപനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതും വളരെ മഹത്തായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആ വിദ്യാഭ്യാസ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള അക്കാദമിക രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ മികവോടെ രാജഗിരി സ്ഥാപനങ്ങൾ കാഴ്ചവെക്കുക. രാജഗിരി നോളജ് സമ്മിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ആൾ. രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസസ് മികവിൽ നിന്നും മികവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജും ഏറ്റവും കൂടുതൽ റാങ്കുകളും നേടിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കുന്ന കോളേജാണ് രാജഗിരി കോളേജ്. ഈ വർഷം 36 റാങ്കുകളാണ് കോളേജ് കരസ്ഥമാക്കിയത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസസ് അതിൻ്റെ ആദ്യത്തെ നോളജ് സമ്മിറ്റ് ആണ് ഈ ജൂലൈ 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസത്തെ ഒരു നോളജ് സമ്മിറ്റ് നടത്തുന്നത്. ഇത് തികച്ചും അക്കാദമിക് ആയിട്ടുള്ള ഒരു നോളജ് സമ്മിറ്റാണ്. വിവിധ വിഷയങ്ങളിൽ നമ്മൾ പ്രോസ്പെരിറ്റി ത്രൂ നോളജ് എന്ന ഒരു ജനറൽ തീമിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് അറിവ് ഓരോ രംഗങ്ങളിലും നമുക്ക് മികവ് നൽകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉയരാൻ സഹായിക്കുന്നത് എന്നുള്ളത്, പ്രത്യേകിച്ചും AI വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിവ് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കി വിദ്യാർത്ഥികൾക്ക് ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പിലേക്ക് കടന്നു പോകുവാനായിട്ട് അവരെ സഹായിക്കുന്നത് എന്നുള്ള നിലയിൽ ആണ് ഞങ്ങളുടെ 3 ദിവസത്തെ പരിപാടികൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പാനൽ ഡിസ്കഷൻസ് ഉണ്ട്, ഫയർ സൈഡ് ചാറ്റ് ഉണ്ട്, ടോക്കുകളുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, അതുപോലെ ഫ്യൂച്ചർ ആൻഡ് ട്രഡിഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൾച്ചറൽ ഇൻസൈറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. പാവക്കൂത്ത് ഒരു ട്രഡീഷണൽ ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം, അതേസമയം മെൻ്റലിസം ഒരു ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള മെൻ്റലിസം, ഇങ്ങനെ വിവിധ രീതിയിൽ അറിവ് പരന്നു കിടക്കുന്ന രംഗങ്ങളെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിൻ്റെയും റിസർച്ചേഴ്സിൻ്റെയും മറ്റ് എല്ലാ തലങ്ങളിലും അറിവ് ആഗ്രഹിക്കുന്നവരുടെയും മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ നോളജ് സമ്മിറ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോ രംഗങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ളവരാണ് നമ്മുടെ നോളജ് സമ്മിറ്റിലേക്ക് കടന്നു വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇന്നത്തെ AI യുഗത്തിൽ എങ്ങനെ നിലനിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. അതുപോലെ മറ്റ് രംഗങ്ങളിൽ വിവിധ വിഷയങ്ങളും ഈ ഒരു പ്രോസ്പെരിറ്റി ത്രൂ നോളജ് എന്നുള്ള തീമിനെ അടിസ്ഥാനമാക്കിയാണ്
നടത്തുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ചും നടത്താൻ പോകുന്ന സെഷൻസിനെക്കുറിച്ചും കൺവീനറായ ഡോക്ടർ നീനു കുര്യാക്കോസ് സംസാരിക്കുന്നത്. നമസ്കാരം. അറിവിലൂടെ അഭിവൃദ്ധി നേടുക എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് രാജഗിരി നോളജ് സമ്മിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാഡവും അച്ഛനും പറഞ്ഞതുപോലെ ഈ വരുന്ന 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് നടത്തുന്നത്. ഈ 3 ദിവസവും വിദ്യാഭ്യാസം, സാമ്പത്തികം, അതുപോലെ സാമൂഹികമായ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോരോ സെഷനുകളാണ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്കാദമിക് രംഗത്ത് ഏറ്റവും പ്രമുഖരായ വ്യക്തികളാണ് അക്കാദമിക് പരമായ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ വരുന്നത്. കേരളത്തിൻ്റെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സാറും ഹയർ എഡ്യൂക്കേഷൻ വൈസ് ചെയർമാനായ അച്യുത് ശങ്കർ സാറ്, അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് സാറ്, അങ്ങനെയുള്ള സുനിൽ പ്രഭാകർ എന്ന് പറയുന്ന ഒരു AI സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകൾ നയിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി എന്തെന്നൊരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പാനൽ ഡിസ്കഷൻ രാജഗിരി നോളജ് സമ്മിറ്റിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 2022 ശേഷം ദയാബായിയെ പോലുള്ളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കേരളത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് രാജഗിരി നോളജ് സമ്മിറ്റ് എന്ന് പറയുന്നത്. 4 വർഷത്തിന് ശേഷമാണ് ദയാബായിയെ പോലുള്ളൊരു ആക്ടിവിസ്റ്റ് ദയാബായി കേരളത്തിലേക്ക് വരുന്നത് തന്നെ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായുള്ള മൊറോക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറിൻ്റെ ഒരു സെഷൻ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റീഡിംഗ് ദ സ്കൈ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സയൻറ്റിസ്റ്റുകളുടെ പ്രോഗ്രാം നമ്മൾ രാജഗിരി നോളജ് സമ്മിറ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആർട്ട്, ലിറ്ററേച്ചർ, മീഡിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസ്കഷനും രാജഗിരി നോളജ് സമ്മിറ്റിൻ്റെ ഭാഗമാണ്. എല്ലാം കൂടെ ഒത്തുചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക്സും എഡ്യൂക്കേഷൻ, സാമൂഹിക, സാമ്പത്തിക, ഫിനാൻസ് എല്ലാ മേഖലകളിലുള്ള ആളുകളെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുവരുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അറിവിലൂടെ കൂടുതൽ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാം ഒറ്റ കുടക്കീഴിൽ എത്തിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് രാജഗിരി നോളജ് സമ്മിറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ രാജഗിരി നോളജ് സമ്മിറ്റിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോൺഫറൻസ്, പേപ്പർ പ്രസൻറ്റേഷൻസും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയ അക്കാഡമിയ മീറ്റ്, ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്സ് ഫാക്കൽറ്റീസും കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു മീറ്റും, അതായത് ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മീറ്റും നമ്മൾ ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലുള്ളതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ളതുമായിട്ടുള്ള കോൺഫറൻസ് പേപ്പർ പ്രസൻറ്റേഷൻസും ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട്. ഈ സമ്മിറ്റിലേക്ക് ഞങ്ങളുടെ ഒപ്പം നിന്ന് പ്രസ്സിനും നമ്മളോടൊപ്പം നിന്ന് എല്ലാ ഫാക്കൽറ്റിയും കുട്ടികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞ് എല്ലാവരെയും ഈ സമ്മിറ്റിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. KE ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി ശ്രീ റോജി M. ജോൺ ഉണ്ടായിരിക്കും. അതിനെ തുടർന്നാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഫ്യൂച്ചർ ഇൻ ആൻ ഇൻ്റലിജൻറ്റ് വേൾഡ് എന്നുള്ള AI-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാനൽ ഡിസ്കഷൻ ഉണ്ടാവുക. അതിൽ പങ്കെടുക്കുന്ന എക്സ്പേർട്ടുകളുടെ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മീഡിയയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സെഷൻ പിറ്റേ ദിവസം 24-ാം തീയതിയാണ് നടക്കുന്നത്. ഇടയ്ക്ക് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ അശ്വതി ശ്രീകാന്ത് ഒരു ടോക്കുണ്ട്. അതുപോലെ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്ന ടോക്ക് ഒരു യങ് എർത്ത് സയൻറ്റിസ്റ്റ് അവാർഡ് കഴിഞ്ഞ വർഷം പ്രസിഡൻറ്റിൽ നിന്ന് നേടിയ വെതർ സയൻറ്റിസ്റ്റായ റോക്സി മാത്യു കോളും മിറ്റിയോറോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായ മിസ്റ്റർ ആനന്ദ് ശർമ്മയും വെള്ളായണി കാർഷിക കോളേജിലെ ഡയറക്ടർ ഓഫ് എൻവയൺമെൻറ്റൽ സയൻസസും ചേർന്നിട്ടുള്ള ഒരു ഫയർസൈഡ് ചാറ്റാണ് നടത്തുന്നത്. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലെയും എക്സ്പേർട്സ് തന്നെയാണ് വരുന്നത്. 3 ദിവസവും നിങ്ങൾ പങ്കെടുത്ത് ഇതിന് മാക്സിമം പബ്ലിസിറ്റിയും നിങ്ങളുടെ സാന്നിധ്യവും
ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.